നമസ്തേ. നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കലിയുഗത്തിലാണ്. പല രീതിയിലുള്ള സ്വഭാവമുള്ള ആളുകളുമായിട്ട് നമ്മൾ ദിവസേന ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് നമുക്ക് തോന്നും ആളുകളുമായിട്ട് ഇടപെടാത്ത ദിവസത്തിലാണ് എനിക്ക് കൂടുതൽ ഊർജ്ജമുള്ളത് എന്നുള്ളത്. പ്രത്യേകിച്ച് ഇൻട്രോവേർട്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെയാണ് താനും. എന്നിരുന്നാലും നമ്മൾക്ക് ജീവിതത്തിൽ ആളുകളുമായിട്ട് ഇടപെടാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. നമ്മൾ പഠിക്കുന്ന സ്ഥലം, ജോലി സ്ഥലം, ഇനി അതല്ലെങ്കിൽ നമ്മൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയ്ക്ക് നമ്മൾ പല വിധത്തിലുള്ള ആളുകളുമായിട്ട് ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളോട് ഒരുപാട് ചിരിച്ചുകൊണ്ട്, ഒരുപാട് സ്നേഹത്തോടു കൂടി, ഒരുപാട് പൊളൈറ്റായിട്ട്, ഒരുപാട് ആതിഥ്യമര്യാദയോടുകൂടി ഒരു വ്യക്തി പെരുമാറി എന്നതുകൊണ്ട് ആ വ്യക്തി നല്ലതായിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം പല സമയത്തും ചിരിക്കുന്ന മുഖങ്ങൾക്കു പിന്നിൽ വളരെ ക്രൂരമായിട്ടുള്ള, മൃഗീയമായിട്ടുള്ള ഒരു മുഖമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ വളരെ റഫായിട്ട് സംസാരിക്കുന്നു, അല്പം പരുഷമായിട്ടുള്ള സ്വഭാവമുള്ള വ്യക്തിയാണ്, വലിയ മര്യാദയൊന്നും കാണിച്ചില്ലെങ്കിലും ചിലപ്പോൾ അവരുടെ ഉള്ളിൽ നല്ലൊരു ആത്മാവ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള സുഹൃത്തുക്കളുണ്ടായിരിക്കും, ബന്ധുക്കളുണ്ടായിരിക്കും, പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ടായിരിക്കും. അതിൽ നമുക്ക് എപ്പോഴും വേണ്ടത് നമ്മളെ എൻറിച്ച് ചെയ്യുന്ന, നമ്മളെ നർച്ചർ ചെയ്യുന്നതായിട്ടുള്ള, മെൻറ്റർ ചെയ്യുന്നതായിട്ടുള്ള, അവരോടൊപ്പം ആയിരിക്കുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാകുന്ന രീതിയിലുള്ള ബന്ധങ്ങളാണ് നമുക്ക് ആവശ്യവും നമ്മുടെ ആഗ്രഹവും എന്ന് പറയുന്നത്. പക്ഷേ പല ബന്ധങ്ങളും നമ്മളെ മുതലെടുക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഊറ്റുന്ന, മുൻപ് ഞാൻ എനർജി വാമ്പയേഴ്സിനെ കുറിച്ചൊക്കെ പല വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. എനർജി ഊറ്റിയെടുക്കുന്നു എന്ന് പറയുന്ന പോലെ നമ്മളെ മുതലാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ബന്ധങ്ങൾ, എനർജി എന്നുള്ളതിനപ്പുറത്തേക്ക് പല രീതിയിൽ ഭൗതികമായിട്ടും അല്ലാതെയും ഒക്കെ നമ്മളെ മുതലാക്കുന്ന ആൾക്കാരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള വ്യക്തികൾ ആവശ്യമുള്ള സമയത്ത് മാത്രമായിരിക്കും നിങ്ങളെ സമീപിക്കുക എന്നുള്ളതാണ്. ആ ആവശ്യം നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങളെ വളരെ സോപ്പിട്ട് നിങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കുമെന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിയെ അവർ മാറിപ്പോവും, പിന്നെ അവരുടെ പൊടി പോലും കാണില്ല, പിന്നെ മഷിയിട്ട് നോക്കേണ്ടി വരും അവരെ കാണണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഇതുപോലെ നമ്മളുടെ അടുത്തേക്ക് വരുന്നതായിട്ടുള്ള ബന്ധങ്ങൾ, നിങ്ങൾ അവർക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, ചില സമയത്ത് അത് തിരിച്ചടി പോലും കിട്ടുമെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയെയും നമ്മളുടെ ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമയം ഒരു തവണയിൽ കൂടുതൽ നശിപ്പിച്ച് കളയാനായിട്ട് അനുവദിക്കരുത് എന്നുള്ളതാണ്. സോ ഒരു തവണ നമ്മൾ ക്ഷമിച്ചു, നമ്മൾ അക്കോമഡേറ്റ് ചെയ്തു എന്ന് കരുതി വീണ്ടും വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അവരോട് ക്ഷമിക്കുക, ഫോർഗീവ് ബട്ട് ഡോണ്ട് ഫോർഗെറ്റ്. ക്ഷമിക്കുക, പക്ഷേ മറക്കരുത്. കാരണം എന്താ, നമ്മൾ വൈരാഗ്യം കൊണ്ടല്ല മറക്കാതിരിക്കുന്നത്. നാളെ ഇതേ വ്യക്തി ഇതേ പണിയുമായിട്ട് വരുന്ന സമയത്ത് വി ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് അവർ ടൈം ഫോർ ദ സെക്കൻഡ് ടൈം ഫോർ ദാറ്റ് പേഴ്സൺ എന്നുള്ളതാണ്. ആ വ്യക്തിക്ക് വേണ്ടി നമുക്ക് രണ്ടാമത് നമ്മളെ സമയം കളയേണ്ടതായിട്ടില്ല. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങളുടെ സമയം, നിങ്ങളുടെ പരിശ്രമം, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണിത്. കാരണം പരിശ്രമം എന്ന് പറയുന്നത് നമ്മളുടെ എനർജി നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ റിസൾട്ടാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള കാർമിക് അല്ലെങ്കിൽ സ്പിരിച്വൽ എനർജി, അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ റിസൾട്ടാണ് നമ്മുടെ പരിശ്രമം അല്ലെങ്കിൽ കർമ്മം എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ റിസൾട്ടാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ആകെ തുക എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് സമയം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആരോടും പറയേണ്ട കാര്യമില്ല. ഭൗതിക ലോകത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ടൈം ലൈൻ നോക്കുകയാണെങ്കിലും നമ്മൾ കഴിഞ്ഞു പോകുന്ന കാലം, ഈ പ്രസൻറ്റ്, ഭാവി എന്ന് പറയുന്നത് പോലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ മൊമെൻ്റ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ ഉള്ളിൽ നിങ്ങളോട് സംസാരിക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ സമയത്തെ ഞാൻ ഇങ്ങനെ വിനിയോഗിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ അത് കേൾക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് എടുക്കേണ്ടതിനെ എടുക്കുകയും ആവശ്യമില്ലാത്തതിനെ മാറ്റിവെക്കുകയും ചെയ്തിട്ട് നല്ല രീതിയിൽ നിങ്ങളത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. നമ്മളൊക്കെ നമ്മുടെ സമയം നല്ല രീതിയിൽ വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അധ്വാനിക്കാറുണ്ട്, ടൈം ആൻഡ് എഫേർട്ട്. പക്ഷേ നമ്മുടെ സമയത്തിന് ഒരു വിലയും ഇല്ലാത്ത ചില ആൾക്കാരുണ്ടായിരിക്കും. നമ്മളെ വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം നമ്മളെ നിർത്തുന്നു, നമ്മളെ ഫോൺ വിളിച്ചിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു, നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മളെ അവർ വിളിച്ചു വരുത്തി അവർ നമ്മളുടെ സമയം കളയുന്നു, അല്ലെങ്കിൽ അവർ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് നമ്മുടെ ടൈം കളയുന്നു. ഇത് അനുവദിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. കാരണം നമ്മളെ ഊറ്റുന്ന വ്യക്തികളുടെ അടുത്തതായിട്ടുള്ളൊരു പ്രത്യേകതയാണ്, നമ്മളുടെ സമയത്തിനെ കളയും. അതുപോലെ തന്നെ നമ്മുടെ എനർജി അല്ലെങ്കിൽ നമ്മളുടെ എഫേർട്ട്, പരിശ്രമത്തിനെ അവർ വില കുറച്ച് കാണുമെന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ലക്കിൻ്റെ ഭാഗമായിട്ട് നേടിയതാണ് എന്നായിരിക്കും അവർ പ്രധാനമായിട്ടും പറയുന്നത്. ഓ, നിങ്ങൾ വളരെ ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ്. പക്ഷേ അതിൻ്റെ പുറകിലുള്ള അധ്വാനത്തിനെ അവർ സൗകര്യപൂർവ്വം ഇഗ്നോർ ചെയ്യുകയാണ്. കാരണം അവരുടെ ഉള്ളിൽ ഒരുപക്ഷെ അസൂയയുടെ എലമെൻ്റ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കാര്യം, അവരാണ് അവരുടെ ജീവിതത്തിലെ പ്രധാനം. അടുത്തതായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഇങ്ങനെ ഊറ്റുന്ന ആൾക്കാരോട് നിങ്ങൾ എപ്പോഴാണോ ഇല്ല അല്ലെങ്കിൽ നോ എന്ന് പറയുന്നത്, ആ സമയത്താണ് അവരുടെ യഥാർത്ഥ മുഖം കാണിക്കുന്നത്. അവർ വളരെയധികം അസ്വസ്ഥരാകും. അവരുടെ യഥാർത്ഥ മുഖം നമ്മൾ കാണുകയും ചെയ്യുമെന്നുള്ളതാണ്. നോ പറയുന്ന സമയത്ത്, അരുത് എന്ന് പറയുന്ന സമയത്ത്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങളുടെ നല്ല മനസ്സിനെയാണ് അവർ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കഴിവുകേടല്ല,
ചില ആൾക്കാർ പറയും നിനക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് നിന്നെ അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ. പക്ഷെ അതല്ല, നമ്മുടെ നല്ല മനസ്സിനെയാണ് ഇവർ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇത് ഇത്തരത്തിൽ ഊറ്റുന്ന ആൾക്കാരുടെ മറ്റൊരു പ്രത്യേകതയാണ്. നല്ല മനസ്സുകളെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക. അതായത് നനഞ്ഞടം കുഴിക്കുക എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ വിജയത്തിൽ അവർക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സഹായങ്ങൾ കിട്ടുക എന്നുള്ളതിലായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവർ നൈസായിട്ട് മാറി നിൽക്കുക എന്നുള്ളതാണ്. അതേസമയം അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളെ അതിൻ്റെ അകത്തേക്ക് വലിച്ചിടുകയും ചെയ്യും. ഇതും ഈ ഊറ്റുന്ന ആൾക്കാരുടെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു സ്വഭാവമാണ്. നമുക്കൊരു പ്രശ്നം വരുമ്പം നമ്മുടെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ പിന്നെ ആ ബന്ധം എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം പോലും ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. ഇങ്ങനത്തെ ബന്ധങ്ങളിൽ എപ്പോഴും ഇംബാലൻസ് ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം ഒരുത്തൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, ഒരുത്തൻ വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കൊടുത്തുകൊണ്ടിരിക്കുന്നവൻ എന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നു, വാങ്ങിക്കൊണ്ടിരിക്കുന്നവൻ എന്നും വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. സോ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ, ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിനെ കുറിച്ചൊന്ന് റീതിങ്ക് ചെയ്യുക. അവരെ കട്ട് ഓഫ് ചെയ്യണം, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ബൗണ്ടറി വെക്കണം. നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ അസേർട്ടീവ് ആയിരിക്കണം. ഇതൊക്കെ ഞാൻ പല വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഇവിടെ ഞാൻ പറയുന്നില്ല. എസ്പെഷ്യലി എനർജി വാമ്പേഴ്സം അല്ലെങ്കിൽ ആ എനർജി വാമ്പേഴ്സിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ തരണം ചെയ്തിട്ട് നമുക്ക് സേഫായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച്. പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ ബൗണ്ടറി തന്നെയാണ്. സോ നമുക്കിത് തിരിച്ചറിയുന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ മനസ്സ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പരിഹാരം പതിയെ പതിയെ കാണും. ഒന്നിനും പെട്ടെന്നുള്ള പരിഹാരം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവില്ല. ചില കാര്യങ്ങൾ സ്ലോലി പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. സോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. മറ്റൊരു സന്ദേശവുമായിട്ട് തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.